ഹലോ ഗായ്സ്, വെൽക്കം ടു മൈ ന്യൂ വീഡിയോ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എൻ്റെ കുറച്ച് ദിവസങ്ങളിലെ പുറത്തു പോക്കും, പിന്നെ ഞാൻ എൻ്റെ വീട്ടിൽ നിന്ന് അമ്മേൻ്റെ വീട്ടിലേക്ക് പോകുന്നതും. കാരണം എനിക്കിപ്പോൾ 8 മാസമായി. അപ്പോൾ അതിൻ്റെതായ കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളും ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പോൾ എനിക്കിവിടെ ഒറ്റയ്ക്ക് നിൽക്കാനും എന്നെക്കൊണ്ട് ഹസ്ബൻഡ് ഇല്ലാത്ത സമയത്ത് പറ്റുന്നില്ല. ഞാൻ വിചാരിച്ചു കുറച്ച് ദിവസം ഇനി അമ്മായിൻ്റെ വീട്ടിൽ പോയിട്ട് നിൽക്കാമെന്ന്. അങ്ങനെ അമ്മായിൻ്റെ വീട്ടിലേക്ക് പോകുന്നതും, പിന്നെ അവിടുന്ന് ഞങ്ങൾ പുറത്ത് പോകുന്നതും, പിന്നെ ഞാൻ ഹസ്ബൻഡും മാത്രമായിട്ട് പുറത്ത് പോകുന്നതും, ഹോസ്പിറ്റലിൽ മാറി കാണിക്കുന്നതും, അങ്ങനെ കുറച്ച് വീഡിയോസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിചാരിച്ചു കുറേ ദിവസമായല്ലോ ലോങ് വീഡിയോ ഇട്ടിട്ട്, ഇതെല്ലാം കൂടി എഡിറ്റ് ചെയ്തിട്ട് ഞാൻ വിചാരിച്ചു അതിന്ന് അപ്ലോഡ് ചെയ്യാമെന്ന്. എന്താവും എന്തോന്നും എനിക്കറിയില്ല. അപ്പോൾ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. പിന്നെ സപ്പോർട്ട് ചെയ്ത് കൂടാനും മറക്കരുത് കേട്ടോ. പിന്നെ ഒന്നുമില്ല. അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടിട്ടോ. ഓക്കെ. എല്ലാ പണിയും ഒരുക്കി വെച്ച് ഞാൻ അമ്മായിൻ്റെ വീട്ടിലേക്ക് പോവുകയാണ്. കാരണം ഇപ്പോൾ 8 മാസം തുടങ്ങിയത് കൊണ്ട് തന്നെ എന്നെക്കൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. പിന്നെ ഹസ്ബൻഡിന് ലോങ് ആയിട്ട് പ്രോഗ്രാം വരുന്നത് കാരണം എനിക്ക് വീട്ടിൽ ഒറ്റയ്ക്ക് നിൽക്കാൻ പറ്റുന്നില്ല കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചു അമ്മേൻ്റെ വീട്ടിലേക്ക് പോകാമെന്ന്. അങ്ങനെ അമ്മേൻ്റെ വീട്ടിലേക്ക് പോയി. ഇത് അമ്മയ്ക്ക് 2 മക്കളാണ് കേട്ടോ. അമ്മയ്ക്ക് 3 മക്കളാണ്, 2 ട്വിൻസാണ്. അപ്പോൾ ഞാൻ കുട്ടീസിൻ്റെ കൂടെ കുറേ നേരം ഇരുന്ന് കളിച്ചു കേട്ടോ. കാരണം ഇവരുടെ കൂടെ കളിച്ച് കഴിഞ്ഞാൽ നമുക്ക് വെള്ളി നക്ഷത്രത്തിൽ ജഗതിയും ജഗദീഷും ഉണ്ടല്ലോ. ഒരാൾ കരയുമ്പോൾ ഒരാൾ ചിരിക്കുക, ഒരാൾ ചിരിക്കുമ്പോൾ ഒരാൾ കരയുക. ഇതിപ്പോൾ ഒരാൾക്ക് ദേഷ്യം പിടിച്ചിട്ടാണുള്ളത്. നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും. ഒരാൾ എന്നോട് നല്ല കൂളായിട്ട് സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ കുറേ സമയം അതൊക്കെ കഴിഞ്ഞു കേട്ടോ. പിന്നെ രാത്രി ആയപ്പോൾ പുട്ടും പിന്നെ ഉച്ചക്കത്തെ നമ്മുടെ മീനിൻ്റെ മുട്ട ഫ്രൈ ഉണ്ടല്ലോ, അതൊക്കെ കഴിച്ചു. പിന്നെ മോർണിംഗ് ആയപ്പോൾ ഹസ്ബൻഡ് വിളിച്ചു പറഞ്ഞു 9 മണിക്ക് ടോക്കൺ എടുത്തിട്ടുണ്ട്, നമുക്ക് ഹോസ്പിറ്റലിലേക്ക് പോകാം. നിങ്ങൾ ഹോസ്പിറ്റൽ 5:30 ഹോസ്പിറ്റലിലേക്ക് മാറ്റി കാണിക്കണം കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഹോസ്പിറ്റലിലെത്തി, ഡോക്ടറെ കണ്ടു. ഡോക്ടറെ ഒരുപാട് നേരം വെയിറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. എനിക്ക് തോന്നുന്നു ഡോക്ടർ എന്തോ ഡെലിവറി അങ്ങനെ എന്തോ പോയതാണ്. ഒരുപാട് നേരം വെയിറ്റ് ചെയ്ത് ഡോക്ടറെ കണ്ടു, ഡോക്ടറോട് സംസാരിച്ചു. കുഴപ്പങ്ങൾ കാര്യങ്ങളൊന്നും ഇല്ല. 1 വീക്ക് കഴിഞ്ഞിട്ട് വരാൻ 3 വീക്ക് കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു കേട്ടോ. പിന്നെ അതിൻ്റെ ഇടയിൽ എൻ്റെ ഫ്രണ്ട് എന്നെ കാണാൻ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ചെറുപ്പത്തിൽ കൊണ്ടുവരുന്ന മധുരപ്പൊക്കെ കൊണ്ടുവന്നിട്ട്, ഇത് പിന്നെ പിറ്റേന്നത്തെ വീടാണ്. പിറ്റേന്ന് ഞങ്ങൾ വൈകുന്നേരം പുറത്ത് പോയി പോകുന്നൊരു വീഡിയോ ആണ് ഇത്. ഞങ്ങൾ ഹോസ്പിറ്റലിൽ ഞാൻ നേരെ വീട്ടിലേക്കായിരുന്നു പോയത്. വീട്ടിൽ നിന്ന് പിന്നെ ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് പിറ്റേ ദിവസമാണ് ഞാൻ അമ്മേൻ്റെ വീട്ടിലേക്ക് പോകുന്നത്. അപ്പോൾ പിറ്റേ ദിവസം ഞങ്ങൾ പിന്നെ എല്ലാവരും കൂടി ഒന്ന് പുറത്തൊക്കെ പോകാമെന്ന് വിചാരിച്ചു. അങ്ങനെ അവിടെ പുറത്തൊക്കെ പോകുന്ന ഒരു വീഡിയോ ആണ് കേട്ടോ ഇത്. ഇതാണ് കേട്ടോ അമ്മേൻ്റെ ഫാമിലി. പിന്നെ അമ്മേൻ്റെ 3 മക്കളും അമ്മേൻ്റെ ഉമ്മയുമാണത്. അമ്മേൻ്റെ ഉപ്പ വന്നിട്ടില്ല. അമ്മേൻ്റെ ഉപ്പ വരുന്നില്ല എന്ന് പറഞ്ഞു. എന്ത് വർക്ക് അതിന് വന്നവിടെ ആയതുകൊണ്ട് വരുന്നില്ല എന്ന് പറഞ്ഞു. ഒരു ഉമ്മ പിന്നെ ഞങ്ങൾ അവൽ മിൽക്കാണ് കേട്ടോ ഓർഡർ കൊടുത്തത്. നെയിലും അവൽ മിൽക്ക് കുടിക്കാത്തത് കൊണ്ട് തന്നെ അവൾക്ക് പിന്നെ കരിമ്പിൻ്റെ ജ്യൂസാണ് വാങ്ങിക്കൊടുത്തത്. ഞങ്ങൾ അവൽ മിൽക്ക് ഓർഡർ ചെയ്ത്. ഞാൻ അറബിക്കിൻ്റെ അങ്ങനെ അറബിക് ഡിലൈറ്റ് അങ്ങനെ എന്തോ ആണ് ഞാൻ ഓർഡർ ചെയ്തത്. നോർമലായിട്ട് പിന്നെ നോർമൽ അവൽ മിൽക്കാണ് അമ്മായിയും അമ്മയുടെ ഉമ്മയും ഓർഡർ ചെയ്തത്. പിന്നെ അതിൻ്റെ ഇടയിൽ കല്യാണ ചെക്കനും കല്യാണ പെണ്ണും ഫാമിലിയായിട്ട് വന്നിട്ടുണ്ടായിരുന്നു. എനിക്ക് തോന്നുന്നു അവർക്ക് എന്തോ പണി കൊടുത്തതാണ്. ഞങ്ങളുടെ നാട്ടിലൊക്കെ അങ്ങനെ ഉണ്ട് കേട്ടോ. പിന്നെ ഞങ്ങളെല്ലാവരും കൂടി ഫുഡ് കഴിക്കാൻ വേണ്ടി നോക്കി. അപ്പോൾ മെനു കാർഡിൽ എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടില്ല. അവിടുന്ന് ബ്രോസ്റ്റഡ് കഴിക്കാൻ വേണ്ടി എനിക്ക് KFC പോകണമെന്നായിരുന്നു മാത്രം. പക്ഷേ എന്താ പറയുക, എല്ലാവരും പിന്നെ ടൈം ഒരുപാടായതുകൊണ്ട് തന്നെ ഞങ്ങളിപ്പോൾ ഓർഡർ ചെയ്യുന്ന സമയം തന്നെ 12 സംതിങ് ആയിട്ടുണ്ടായിരുന്നു. 1 മണിക്ക് ഇവിടെയും ക്ലോസ് ചെയ്യും. KFC ആണെങ്കിൽ 1 മണിക്ക് തന്നെ ക്ലോസ് ആയിട്ടുണ്ടായിരുന്നു. അങ്ങനെ അവിടുന്ന് ബ്രോസ്റ്റർ ഓർഡർ ചെയ്യുന്ന സമയത്ത് എനിക്ക് വലിയ താല്പര്യം ഉണ്ടായിട്ടില്ലേ. പക്ഷേ ഓർഡർ ചെയ്ത്
അവിടെ വന്ന് അതിനെ കഴിച്ച് നോക്കിയപ്പോൾ അടിപൊളിയായിരുന്നു കേട്ടോ, ഒരു രക്ഷയുണ്ടായിരുന്നില്ല. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നേ, പറയാതിരിക്കാൻ വയ്യ, നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു. ഞങ്ങൾ വിചാരിച്ച പോലെയല്ല, ഞാൻ കണ്ടതുപോലെയല്ല, അടിപൊളിയായിരുന്നു കേട്ടോ. ഇത് പിന്നെ പിറ്റേ ദിവസമുള്ള വീഡിയോ ആണ്. പിറ്റേ ദിവസം ഞങ്ങൾ എൻ്റെ ഉപ്പു ഹോസ്പിറ്റലിൽ അഡ്മിറ്റായ സമയത്ത് കാണാൻ വേണ്ടി പോവാണ്. അപ്പോൾ ഒന്നും കഴിച്ചിട്ടുണ്ടായിരുന്നില്ല. ഞങ്ങൾ നേരെ സൂപ്പും കുടിച്ച് ഉപ്പുവിനെ ഹോസ്പിറ്റലിലേക്ക് കാണാൻ വേണ്ടി പോയിട്ടോ. തിരിച്ചു വരുമ്പോൾ ഞങ്ങളുടെ കൂടെ എൻ്റെ ഉപ്പിതയുടെ മോള് കൂടി ഉണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഇടയിൽ കണ്ട് തിരിച്ചു വരുന്ന വഴിക്ക് എനിക്ക് മാംഗോ ബാർ കഴിക്കാൻ ഭയങ്കരമായിട്ട് പൂതിയ. ആ ഒരു സമയം ഉച്ച സമയമായിരുന്നു. അങ്ങനെ എനിക്ക് മാംഗോ ബാറും വാങ്ങി തന്നു. പിന്നെ അവൾ അവിടെ ഡ്രോപ്പ് ചെയ്യണമെന്നും പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ ഞാനതൊന്നും വീഡിയോ എടുക്കാൻ തന്നില്ല. അപ്പോൾ എൻ്റെ ഈ വീഡിയോ നിങ്ങളെല്ലാവരും കാണുമെന്നും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും എന്തായാലും മറക്കരുത്. പിന്നെ സപ്പോർട്ട് ചെയ്ത് കൂടെ കൂടാനും മറക്കരുത്. പിന്നെ എന്തെങ്കിലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇത്രയേ ഉള്ളൂ. അപ്പോൾ ഇനി അടുത്ത വീഡിയോയിലേക്ക് കാണാം. ബൈ.